നമസ്കാരം. പാകിസ്ഥാനിൽ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. സൈനിക പോസ്റ്റിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ച് കയറ്റുകയായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റിന് നേർക്കാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ആക്രമണം നടത്തിയത് ആരെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻപ് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള ചാവേർ ആക്രമണം ഉൾപ്പെടെയുള്ള സംഭവ പരമ്പരകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ തന്നെയാണ് അവിടെയുള്ള ഭരണകൂടം ഉൾപ്പെടെ സംശയിക്കുന്നതും. എന്തായാലും ആദ്യം സൈനിക പോസ്റ്റിലേക്ക് ഇവർ വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് ഒന്നിലേറെ ചാവേർ ആക്രമണങ്ങളാണ് അവിടെ അരങ്ങേറിയത്. സമീപത്തെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് വീണതായി കൂടി സൈനിക വിഭാഗം അറിയിക്കുന്നുണ്ട്. 6 അംഗ സംഘമാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്. പാകിസ്ഥാൻ താലിബാൻ ആണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള സൂചന ലഭിച്ചതായി കൂടി പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ യാതൊരു സ്ഥിരീകരണവും ഇതുവരെയും വന്നിട്ടില്ല. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് പാകിസ്ഥാനിൽ പുതിയ ഭരണകൂടം അധികാരമേറ്റത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ രാജ്യത്ത് വീണ്ടും ഒരു ആക്രമണം നടന്നിരിക്കുന്നു. അതും ഭീകരവാദ ഗ്രൂപ്പുകൾ തമ്മിലല്ല, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നേരെയല്ല, മറിച്ച് അതീവ സുരക്ഷയുള്ള സൈനിക പോസ്റ്റിലാണ്. ആ ആക്രമണത്തിലാണ് ഇപ്പോൾ 7ഓളം പാകിസ്ഥാൻ സൈനികരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.